നമസ്കാരം, ഞാൻ ഗണേഷാണ്, ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട്. നമ്മളിത് കാണാൻ വന്നിരിക്കുന്നത് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ള ഇന്നത്തെ പ്രോപ്പർട്ടി 4 ഏക്കർ 40 സെൻറ്റ് സ്ഥലം, അതിൽ 440 റബ്ബർ, 200 തേക്ക് മരങ്ങൾ, ഫുള്ള് പറമ്പ് കാറ്റഗറി, പശു ഫാമോ ആട് ഫാം കോഴി ഫാമോ എന്തിനും പറ്റുന്ന സ്ഥലം, പന്നി ഫാമിന് വേണമെങ്കിലും അതിനും പറ്റുന്ന സ്ഥലമാണ്. ഇതിലേക്ക് നാഷണൽ ഹൈവേയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററാണ് ഇങ്ങോട്ട് ദൂരം വരുന്നത്. അതിൽ 2.5 കിലോമീറ്ററോളം നമുക്ക് വലിയ രീതിയിലുള്ള ടാർ റോഡ് വരുന്നുണ്ട്. ആ 2.5 കിലോമീറ്റർ വന്നതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് ദൂരം മണ്ണ് റോഡാണ് വരുന്നത്. ഏകദേശം 400-450 മീറ്ററോളം നമുക്ക് മണ്ണ് റോഡ് വരുന്നുണ്ട്. ഇതാണിപ്പോൾ ഈ മണ്ണ് റോഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതാണ് നമുക്കിതിൽ വരുന്ന തേക്ക് മരമുണ്ട്. ഇതുപോലെ നമുക്ക് തേക്ക് മരങ്ങൾ ഒരു 30-35 വണ്ണമുള്ളത് 200 മരങ്ങളോളം ഉണ്ട്. അത് ബാക്കിയുള്ളതൊക്കെ നല്ല നല്ല റബ്ബർ മരങ്ങളാണ് കേട്ടോ. 440 എണ്ണം റബ്ബർ മരങ്ങളുടെ 7ാം വർഷമാണ് ഇതിൻ്റെ ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന മരങ്ങളാണ്. നിരപ്പായിട്ടുള്ള വലിയ കുന്നോ ചെരുവോ അങ്ങനെയൊന്നുള്ള സ്ഥലങ്ങളല്ല കേട്ടോ. ഏകദേശം നിരപ്പായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണമെങ്കിൽ 2 പോസ്റ്റ് ഇട്ട് നമുക്കിതിലേക്ക് ഇലക്ട്രിക് കണക്ഷൻ കിട്ടാവുന്നതാണ്. നിറയെ വീടുകളൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടപ്പുറം ഒരു ഓടിട്ട വീടുണ്ട്, ചെറിയ വീടാണ്, അതിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അധികം വീടുകളുള്ള പ്രദേശമൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, എല്ലാ ഫാമുകൾക്കും അനുയോജ്യമാണെന്ന് പറയാൻ കാരണം. അപ്പോൾ വേണ്ട നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. സെൻറ്റിന് 17,000 രൂപയാണ് ഓണർ ചോദിക്കുന്നത് കേട്ടോ. നല്ല മരങ്ങളാണ്. മരങ്ങൾ തന്നെ നിറയെ ഒരു 440 മരങ്ങളുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. ഫുൾ പറമ്പ് കാറ്റഗറി കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ നമുക്ക് ഇതിനോട് ചേർന്ന് കുറച്ചുകൂടി സ്ഥലം നമുക്ക് ഇതിൽ ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ, ചേർത്തണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പരിസരത്ത് നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇതിലേക്ക് വരുന്ന റോഡ് എന്ന് പറയാൻ ടിപ്പർ പോലെയുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് ഈ റോഡിലേക്ക് എത്തും കേട്ടോ. ഈ പ്രോപ്പർട്ടിയിലേക്ക് വരും. ഇവിടെയൊക്കെ ഇതുണ്ട്, ഇതൊക്കെ തേക്ക് മരങ്ങളാണ് കേട്ടോ. റബ്ബർ കൂടാതെ തേക്ക് മരങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ സൈഡിലൊക്കെ ഏകദേശം 25 വണ്ണം, 35 വണ്ണം, 35 വണ്ണമുള്ള തേക്ക് മരങ്ങൾ നിറയെ ഉണ്ട്. നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല മരങ്ങളാണ്, ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. 105 ഇനത്തിൽപ്പെടുന്ന മരങ്ങളാണ്. ഫുൾ പറമ്പ് കാറ്റഗറിയാണ്. അതുപോലെ നമുക്ക് എന്തറിയോ, മെയിനായിട്ടൊരു കാര്യം, എല്ലാ സ്ഥലങ്ങളും നോക്കിയാലും വില കുറയുന്നതനുസരിച്ചിട്ട് വലിയ പാറകളും കുന്നുകളൊക്കെയാണ് കാണുക. ഇപ്പം ഇതിലെന്ന് വെച്ചാൽ വില കുറവുണ്ട്, എന്നാൽ നല്ല സ്ഥലമാണ്. കാരണം വലിയ കുന്നോ ചെരുവോ അങ്ങനെയുള്ളൊന്നുമില്ല. ഏകദേശം നിരപ്പുള്ള സ്ഥലമാണ്. പിന്നെ നമുക്കിത് ലേഔട്ട് ചെയ്ത് മുറിച്ച് വെക്കാൻ പറ്റുന്ന സ്ഥലമൊന്നും കേട്ടോ. പലരും അങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, മുറിച്ച് വെക്കാൻ പറ്റുന്ന സ്ഥലമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വില കുറവാകുമ്പോൾ അങ്ങനെയും ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിന് പറ്റുന്നതല്ല. ഇത് നമുക്ക് തോട്ടങ്ങളായിട്ട് ഫാമുകളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഓപ്പൺ വെല്ല് കുഴിച്ചാലും ധാരാളം വെള്ളം കിട്ടും. കുളം കുഴിച്ചാലും വെള്ളം കിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ നമ്മുടെ ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഈ പ്രോപ്പർട്ടി സെയിലാവാൻ വേണ്ടി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു തോട്ടമാണ് കേട്ടോ. ഇതിൻ്റെ മേളിക്കൊക്കെ നല്ല തോട്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഫുള്ളായിട്ടങ്ങ് മുകളിൽ കയറാൻ പറ്റുന്നില്ല, കാരണം അത്ര ഇതിൽ കാണിക്കാണ്ട്. 4 ഏക്കർ 40 സെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ നല്ല ഇതിന് അതിരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ പുല്ലടിച്ചിട്ടില്ല, കാരണം ഇത്ര ഏരിയ ഉണ്ടല്ലോ, പുല്ലടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് കാട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നല്ല മരങ്ങൾ കണ്ടോ. മരങ്ങളൊക്കെ നല്ല വണ്ണമുള്ള മരങ്ങളാണ്. ഏകദേശം എല്ലാ മരങ്ങളും 440 എണ്ണം ഇപ്പോൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടാപ്പ് ചെയ്യാത്ത കുറച്ച് മരങ്ങൾ ചെറുതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ. പ്രത്യേകിച്ചൊരു കാര്യം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.